അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ വിജയം. എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ഒരു അറസ്റ്റ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ ഭരണകൂട ഭീകരമായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു മിനിമം 3 മാസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോയത്. പക്ഷെ ഇവിടുത്തെ ജുഡീഷ്യറി എക്കാലത്തും എനിക്ക് വിശ്വാസമുള്ള, നമ്മൾ ഈ പല ഫൈറ്റുകളും നടത്തുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഈ നിമിഷവും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ സത്യസന്ധമായ ജുഡീഷ്യറിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു, അവരതിൻ്റെതായിട്ട് നിലപാടെടുക്കുമെന്നും മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷയായിരുന്നു. ആ ജുഡീഷ്യറിയുടെ വിശാലമായ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ബെയില്. അതാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ഒരു അറസ്റ്റ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ ഭരണകൂട ഭീകരമായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു മിനിമം 3 മാസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോയത്. MLA അതുകൊണ്ട് ഇപ്പം വഴങ്ങുക, അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പൊ നമുക്കിത് കാണാം, നമുക്ക് നോക്കാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കിയെ കാണിച്ചു കൊടുക്കുക. എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിന്റെ എല്ലാ സമരരംഗത്തിന്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാവും. എനിക്കിതിൽ അങ്ങേയറ്റത്ത് നന്ദിയുള്ളത് പിണറായി വിജയനോടാണ്. കാരണം